ശ്രീ ടി.ജെ. വിനോദ് എം.എൽ.എ. കൂടിയുണ്ട്. എം.എൽ.എ. ഇപ്പോൾ നേരത്തെ ശ്രീമതി ഉമാ തോമസും പ്രതികരിച്ചിരുന്നു. നിങ്ങൾക്ക് GCDയിൽ ഒരു സേയും ഇല്ലാത്ത അവസ്ഥയായി മാറുകയാണോ? GCD എന്തോ സ്വന്തം ഇഷ്ടപ്രകാരം എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു. സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് ഞങ്ങൾ കൊടുത്തതെന്ന് പറയുന്നു. എന്നിട്ട് GCDയെ 15 ലക്ഷം രൂപ അവിടുത്തെ ഇലക്ട്രിക്കൽ ജോലിക്കൊക്കെ ആയിട്ട് വിനിയോഗിക്കുന്നു. എന്ത് ക്ലാരിറ്റിയാണ് GCDയെ നിങ്ങൾക്കെങ്കിലും നൽകുന്നത്? അല്ല, യഥാർത്ഥത്തിൽ GCDയുടെ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ഉള്ള അധികാരം GCDA ജനറൽ കൗൺസിലാണ്. കേരള ഡെവലപ്മെന്റ് അതോറിറ്റി റൂൾസിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഡെവലപ്മെന്റ് അതോറിറ്റി പ്രവർത്തിക്കുന്നത്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് GCDയുടെ ദൈനംദിന കാര്യങ്ങൾ ചെയർമാനെ സഹായിക്കാൻ GCD എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ഉള്ള അധികാരം ജനറൽ കൗൺസിലുമാണ്. ഞങ്ങൾ MLA എന്നുള്ള നിലയിൽ ജനറൽ കൗൺസിൽ അംഗങ്ങളാണ്. ഞാനും ശ്രീ ഉമാ തോമസ് ജനറൽ കൗൺസിൽ അംഗങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ GCDയുടെ ഗ്രൗണ്ട് ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിക്കോ സ്പോർട്സ് കേരള ഫൗണ്ടേഷനോ ഏൽപ്പിക്കാനുള്ള തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഇത് ജനറൽ കൗൺസിൽ വെച്ച് അതിന്റെ അംഗീകാരം വാങ്ങിക്കണം, അത് ജനറൽ കൗൺസിൽ അറിയിക്കണം. പക്ഷെ കഴിഞ്ഞ ദിവസം കൂടി ജനറൽ കൗൺസിലിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഇത് നയപരമായ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുള്ള ഈ കമ്മിറ്റിയിൽ ഈ അജണ്ടയിൽ ഉൾപ്പെടുത്താതെ ഇത് വന്നത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് തലത്തിലൊരു നിർദ്ദേശം വന്നു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എഗ്രിമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എഗ്രിമെന്റ് ഒരു ട്രൈ പാർട്ടി എഗ്രിമെന്റ് ഞങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് ഗവൺമെന്റിലേക്ക് അയച്ചിട്ടുണ്ട്. അത് ഇതുവരെ വെറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എഗ്രിമെന്റും വെച്ചിട്ടില്ല. അപ്പൊ തീർച്ചയായും ഒരു ഡെവലപ്മെന്റ് അതോറിറ്റി എന്നുള്ള നിലയിൽ GCDയെ ഇത്തരമൊരു വർക്ക് ഏതെങ്കിലും ഒരു സ്പോൺസറെ ഏൽപ്പിക്കാൻ ഉള്ള ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിയമപരമായി ചെയ്യേണ്ട ഒരു നടപടിക്രമവും പാലിക്കാതെ ഇഷ്ടം പോലെ ഒരു ഇടപാടായിട്ടാണ് ടി.ജെ. വിനോദ് പ്രതികരണം അറിയിച്ച അദ്ദേഹം പറഞ്ഞ നിയമപരമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് GCDയെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്.